പഴയ നിയമത്തിനകത്ത് ശക്തമായി മോശ മുഖാന്തരം ദൈവം അരുളി ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രമാണത്തിൽ ഒന്നാണ് അനുസരിക്കുക എന്നുള്ളത്. पुराने नियम में मूसा के द्वारा व्यवस्था दिया है, नए नियम लोगों को परमेश्वर दिया है आज्ञा मानना. അനുസരിക്കുന്നവർക്ക് അനുഗ്രഹവും നിരസിക്കുന്നവർക്ക് അത് ശാപവുമായി തീരും. जो आज्ञा मानते हैं उनके लिए वो आशीष होता है और जो ठुकरा देते हैं उनके लिए शाप होता है. എന്നാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിക്കുമ്പോൾ ये उपवास की प्रार्थना में पवित्र आत्मा सामर्थ्य से हमसे बातें करता है. तब ഏതൊക്കെ നിലകളിൽ നാം അനുസരിക്കുന്നവരാകണം എന്നുള്ളത് കർത്താവ് നമ്മളോട് സംസാരിക്കും. किस किस तरह हम मानने वाले बनना है प्रभु हमसे बोलेगा. ആ നിലകളിൽ ദൈവത്തിന്റെ വചനത്തെ നാം ഏറ്റെടുക്കുമ്പോൾ उस प्रकार प्रभु का वचन जब हम ग्रहण करेंगे നമുക്ക് വേണ്ട അനുഗ്രഹങ്ങളെ സ്വർഗ്ഗം നമുക്ക് നൽകി തരാനിടയാകും. हमें जो अनुग्रह चाहिए स्वर्ग का परमेश्वर हमें देगा. ഇതിലൊരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. पहली बात हम मनन करें, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്നവരാകണം. बच्चे माता पिता के आदर करने वाले बनेंगे तो ദീർഘായുസ് ലഭിക്കപ്പെടുന്നു, उनको दीर्घायु मिलेगा, സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നു. स्वर्गीय अनुग्रह प्रभु देता है. രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 5-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. नीति वचन 5 का 12 और 13 वचन. നമുക്ക് ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് इस भाग से हम समझ सकते हैं. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 5 का पहला वचन कहता है, മകനെ വകതിരിവിനെ കാത്തുകൊള്ളേണ്ടതിന് നിന്റെ അധരങ്ങൾ പരിജ്ഞാനത്തെ പാലിക്കേണ്ടതിനും. हे मेरे पुत्र मेरी बुद्धि की बातों पर ध्यान दे, मेरे समझ की ओर कान लगा. ഒരു വലിയ ആഹ്വാനം ഒരു കൂട്ടം ജനത്തോട് അല്ലെങ്കിൽ നമ്മളോട് കർത്താവ് പറയുകയാണ്. कुछ लोगों से प्रभु चेतावनी देता है, हमसे प्रभु कहता है. ശലോമോൻ ഇവിടെ പ്രതിപാദിക്കുന്നത് നാം മറ്റുള്ളവരെ അനുസരിക്കുന്നവരാകണം. सुलेमान कहता है हम दूसरों को मानने वाले बनना है. ഇവിടെ നമ്മൾ ആരെയാണ് അനുസരിക്കേണ്ടത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. हमें किसको मानना है यहाँ पे बताया है. നമ്മളെ പ്രബോധിപ്പിക്കുന്നവരെ നാം അനുസരിക്കണം. जो हमें चिताते हैं उनको हमें मानना है. നമ്മളെ പഠിപ്പിക്കുന്നവരെ നാം അനുസരിക്കണം. जो हमें सिखाते हैं उनको हमें मानना है. നമുക്ക് ഉപദേശം തരുന്നവരെ നാം അനുസരിക്കണം. जो हमें उपदेश देता है उसे मानना है. നാം അനുസരിക്കാതെ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയുകയില്ല. हम माने बिना अनुग्रह नहीं पाएंगे. അപ്പൊ ആര് നമ്മളെ ഉപദേശിക്കുന്നു, നല്ല മാർഗത്തിൽ നടക്കാൻ ആര് നമ്മളെ ഉപദേശിക്കുന്നു, जो हमें उपदेश देता है अच्छे मार्ग में चलने के लिए, ആ ഉപദേശത്തെ നമ്മൾ അനുസരിക്കണം. उस उपदेश को हमें मानना है. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന കലാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. हम स्कूलों में पढ़ने वाले लोग हैं, അവർ അധ്യാപകരെ वो അനുസരിക്കുന്നവരാകണം. अपने अध्यापकों को मानना है. വീടിനകത്ത് മാതാപിതാക്കളെ മാത്രം അനുസരിക്കുന്നവരാ മാത്രമായി തീരാതെ घर में माता पिता को सिर्फ मानने वाले ना बने, അധ്യാപകരെ അനുസരിക്കുന്ന ഒരു കൂട്ടം തലമുറകൾ. अध्यापकों को मानने वाले एक झुंड बच्चे. നമുക്ക് എന്തെങ്കിലും അക്ഷര വിദ്യാഭ്യാസങ്ങൾ പറഞ്ഞു തരുന്ന നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ അനുസരിക്കുന്നവരാകുക. हमें ज्ञान सिखाने वाले हमारे गुरुओं को हम मानना है. വചനം പഠിപ്പിക്കുന്നവരെ അനുസരിക്കുക. वचन सिखाने वालों को मानना है. നിങ്ങളെ നടത്തുന്നവരെ അനുസരിക്കുക. आपको चलाने वालों को मानना है. ഇതൊരു ആത്മീകമായ അനുഗ്രഹമാണ്. ये आत्मिक अनुग्रह है. നമ്മുടെ ജീവിതത്തിനകത്തൊരു ബലമാണത്. वो हमारे जीवन में बल होगा. നമ്മളെ നടത്തുന്നവരെ നാം അനുസരിക്കാതെ പോയാൽ हमें चलाने वालों को ना मानने അത് से ദൈവസന്നിധിയിൽ നീതികേടാണ് നമ്മൾ കാണിക്കുന്നത്. वो परमेश्वर के सामने धार्मिकता नहीं है. അതുകൊണ്ട് തന്നെ അനുഗ്രഹത്തിന് പകരം നമ്മൾ പരാജയപ്പെടുകയാണ്. उसके बिना जो है हम अनुग्रह के बिना हम जय नहीं पाते നമ്മൾ ഈ हैं. സ്വർഗീയ അനുഗ്രഹം നമുക്ക് ലഭിക്കപ്പെടാൻ स्वर्गीय अनुग्रह पाने के लिए നമ്മുടെ ഗുരുക്കന്മാരെ നമ്മൾ അനുസരിക്കുക. हमें हमारे गुरुओं को मानना है. നല്ല ഉപദേശം തരുന്നുണ്ടെങ്കിൽ अच्छे उपदेश सिखाते हैं അവരെ तो നമ്മൾ അംഗീകരിക്കേണ്ടത് उनको ആവശ്യമാണ്. हमें ग्रहण करना है, അവരെ നമ്മൾ അനുസരിക്കേണ്ടത് ആവശ്യമാണ്. उनको हमें मानना है. ഇന്ന് പകൽ ദൈവമക്കളെ നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുമ്പോൾ ये उपवास के प्रार्थना में हम आएंगे तब ഞാനും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഈ നിലകളിൽ നമ്മളോട് ഇടപെടുന്നത്. मैं सोचा पवित्र आत्मा क्यों इस प्रकार बातें करता ഞാൻ है. ഉറപ്പായിട്ടും വിശ്വസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആവശ്യമായ ഒരു ദൈവികമായ സബ്ജക്റ്റാ കർത്താവ് തന്നേക്കുന്നത്. मैं दृढ़ता से विश्वास करता हूँ इस समय के लिए जरूरी एक परमेश्वर का आवाज प्रभु दिया है. പ്രത്യേകിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇത്. इस समय में प्रभु हमारे लिए चाहने वाली बात है. നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ നടക്കാനാണെങ്കിൽ ദൈവം നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ല. हमारी इच्छा से चलना होता तो प्रभु हमें बुलाने की आवश्यकता नहीं होती. അല്ലേ? ദൈവസന്നിധി നമുക്ക് നമ്മളെ കൊണ്ടുവരേണ്ട കാര്യമില്ല. प्रभु अपने सन्निधि में हमें लाने की ഈ आवश्यकता नहीं. സത്യങ്ങളെ നമ്മളെ ഗ്രഹിപ്പിക്കേണ്ട ആവശ്യമില്ല. ये सत्य हमें जो समझाने की आवश्यकता പക്ഷേ ഈ नहीं. സത്യങ്ങളെ നമ്മളെ ഗ്രഹിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ये सत्य हमें समझाता है तो നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. आप पूर्ण रूप से विश्वास ഈ करें. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ
നമ്മളെ സത്യത്തിലേക്ക് നടത്തിയവരെ അനുസരിച്ചേ പറ്റത്തുള്ളൂ. ये परमेश्वर के सानिध्य में जो हमें सत्य में चलाता है उसे हमें मानना है. അനുസരിച്ചില്ലെങ്കിൽ വിടുതലില്ല. हम उसका मानेंगे नहीं तो छुटकारा नहीं होगा. അനുസരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രതിഫലവും ലഭിക്കപ്പെടത്തില്ല. हम उन्हें नहीं मानेंगे तो कोई प्रतिफल नहीं होगा. മോശയെ ഇസ്രായേൽ മക്കൾ അനുസരിച്ചത് കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റിയത്. मूसा को इस्राएली लोग मानने इसलिए जो आगे जा पाए. അല്ലേ, ഇസ്രായേൽ മക്കൾ മോശയെ അനുസരിച്ചു. मूसा को इस्राएली लोग मानते थे. നോക്കുക, ചെങ്കടലിലെ തീരത്തെത്തിയ മോശയും ഇസ്രായേൽ മക്കളും लाल समुद्र के किनारे पहुंचा मूसा और इस्राएली എങ്ങനെ लोग മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ചു. कैसे आगे जाएंगे ऐसा सोचा. വളരെ ഭാരം അവർ അകത്തു വന്നു. बहुत बड़ा जो दुख उनके अंदर आया. ഒത്തിരി അവർ പിറുപിറുക്കുകയൊക്കെ ചെയ്തു. बहुत कुड़कुड़ाए. കാരണം ഞങ്ങൾക്ക് മിസ്രൈമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ? मिस्र में क्या कब्रिस्तान नहीं था? മോശയ്ക്ക് നേരെ അവർ പിറുപിറുത്തു ആദ്യം. मूसा के विरोध में बुड़बुड़ाते हैं. അല്ലാതെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അവിടെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. बहुत दर्द करने वाली बातें वहाँ बोलते हैं. മോശ ദൈവസന്നിധിയിൽ കരഞ്ഞപ്പം लेकिन मूसा परमेश्वर के सानिध्य में गिरकर रोने लगा. तब ദൈവം മോശയോട് പറയാം, നീ വേഗം എഴുന്നേക്ക്. मूसा से प्रभु कहता तू जल्दी से उठ. നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ട്. तेरे हाथ में जो छड़ी है वो लाल समुद्र के ऊपर दिखा. ഇവിടെ രണ്ട് കൂട്ടരാണ് അനുസരിക്കുന്നത്. यहाँ में दो झुंड मानते हैं. മോശ ദൈവത്തെ അനുസരിച്ചു, मूसा प्रभु को माना, ജനം മോശയെ അനുസരിച്ചു. लोग मूसा को माने. ഇന്ന് പകൽ ദൈവമക്കളോട് ഞാൻ പറയാം, നമ്മളെ നടത്തുന്നവരെ നാം അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ जो हमें चलाते हैं उसे मानने तैयार होने से പ്രതിസന്ധികളെ ജയമാക്കാൻ പറ്റും. तकलीफों को हम जय पाएंगे. തോൽവികളെ ജയമാക്കാൻ പറ്റും. हार को हम जय में बदलेंगे. ഒരു വലിയ തിരിച്ചറിവ് നമുക്ക് വേണം. एक बड़ा समझदारी हमें എന്നെ आना है. നടത്തുന്നവനെ ദൈവമാണ് നിയമിച്ചത് എന്ന് ഉറപ്പുവരുത്തണം. जो हमें चलाते हैं उनको प्रभु ने वहाँ नियुक्त करा, ऐसा दृढ़ता होना है. ദൈവത്താലാണ് ഒരുവനെ ദൈവം എനിക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത്. प्रभु के द्वारा मेरे लिए उन्हें रखा है, ऐसा एक दृढ़ता होना है. അവൻ എന്നെ നടത്തുന്നത് നേർപാതകളിലാണ്. वो हमें सही मार्ग में चलाते हैं. അവൻ പറഞ്ഞു തരുന്നത് നല്ല ഉപദേശങ്ങളാണ്. वो हमें सिखाते हैं अच्छे उपदेश, നല്ല ആലോചനകളാണ് എനിക്ക് തരുന്നത്. अच्छी सम्मतियां देते हैं, നല്ല ദൈവ ശബ്ദം എന്നെ കേൾപ്പിക്കുന്നു. अच्छे प्रभु की आवाज सुनाते എനിക്ക് हैं, വേണ്ടി പ്രാർത്ഥിക്കുന്നു. मेरे लिए प्रार्थना करते ദൈവത്തോട് हैं, അപേക്ഷിക്കുന്നു. प्रभु से विनती करते हैं, ചേർന്ന് നടത്താൻ ആഗ്രഹിച്ച് നടക്കുന്നു. साथ ले चलने के लिए चाहते हैं. ഇതൊക്കെ അവൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നവന്റെ പ്രത്യേകതകളാണ്. ये सब प्रभु के द्वारा नियुक्त लोगों का विशेषता है. അതുകൊണ്ട് തന്നെ നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കാൻ കഴിയണം, എന്നെ നടത്തുന്നവനെ ഞാൻ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. इसलिए हमें गहराई से विश्वास करना, हमें जो चलाते हैं उनको हमें मानना है. ഇവിടെ ശലോമോൻ പറയുന്നു, നിങ്ങളുടെ ഗുരുക്കന്മാരെ നിങ്ങൾ അനുസരിക്കണം. यहाँ सुलेमान कहता है अपने गुरुओं की बातें मानो, നിന്നെ പ്രബോധിപ്പിച്ചവർക്ക് നീ ചെവി കൊടുക്കണം. अपने सिखाने वाले की ओर ध्यान लगाओ. ഉപദേഷ്ടാക്കന്മാരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല എന്നിവിടെ പറയുകയാണ്. जो शिक्षा देते हैं उनकी बातों को मैं माना नहीं, ऐसा कहता है. അതുകൊണ്ട് തന്നെ അവർക്ക് പരാജയമാ സംഭവിക്കുന്നത്. इसलिए उनके जीवन में हार हुआ. എന്നെ നടത്തുന്നവരെ ഞാൻ അനുസരിക്കുന്നില്ല. हमें सिखाने वाले को हम मानते ഞാൻ नहीं. ഇന്ന് പകൽ ദൈവമക്കളോട് ആത്മാർത്ഥതയോടെ പറയാം, मैं हृदय की सच्चाई से कहता हूँ, ദൈവത്താൽ നിയമിക്കപ്പെടുന്നവരെ നിങ്ങൾ അനുസരിക്കുന്നവരാകണം. प्रभु के द्वारा नियुक्त लोगों को आप मानने वाले बनना है. അവർക്ക് കീഴടങ്ങി ദൈവസന്നിധിയിൽ ഇരിക്കണം. उनके अधीन होकर प्रभु के सानिध्य में रहना है. അത് ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ്. वो कलीसिया के लिए अनुग्रह അത് है. നമ്മുടെ കുടുംബങ്ങൾക്ക് वो അനുഗ്രഹമാണ്. हमारे परिवारों के लिए अनुग्रह അത് है. നമ്മുടെ തലമുറകൾക്ക് അനുഗ്രഹമാണ്. वो हमारे बच्चों के लिए अनुग्रह ഞാൻ है. ദൈവമക്കളോട് പറയാം, ഉപദേശത്തെ അനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥമായ അനുഗ്രഹം പ്രാപിക്കുന്നവർ. जो शिक्षा को मानकर जीते हैं वही सही आशीष पाता ഞാൻ है. പറഞ്ഞതുപോലെ മോശ വടി നീട്ടി. मूसा, परमेश्वर बोले जैसा मूसा अपना ഇസ്രായേൽ छड़ी ജനം बढ़ाया. അനുസരിക്കുന്നില്ലെങ്കിൽ इस्राएली लोग अगर मानते नहीं तो അവർക്കൊരിക്കലും അക്കരെ കടക്കാൻ പറ്റുകയില്ല. वो कभी भी उस पार नहीं पहुंच सकते थे. മോശ വടി നീട്ടിയതുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് मूसा प्रभु को माना और छड़ी दिखाया, इसलिए ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നു. लाल समुद्र दो भाग हो गया. ജനം മോശയെ അനുസരിച്ചതുകൊണ്ട് लोग प्रभु को, मूसा को माने थे. ശത്രുവിന്റെ കയ്യിൽ പെടാതെ शत्रु के हाथ में फंसे बिना ഉണങ്ങിയ നിലത്തോടെ നടക്കാൻ കഴിയുന്നു. सूखी भूमि से वो चल पाए. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. हमारे जीवन में समझने वाली बात है. നമ്മൾ പലപ്പോഴും അത് അംഗീകരിക്കാൻ നമുക്ക് മനസ്സില്ല. कई बार हम वो जो मानने के लिए तैयार ദൈവ नहीं होते. ശബ്ദം പറയുമ്പോൾ നമ്മൾ പലതും അത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് നീക്കി വെക്കുകയാണ്. प्रभु बातें करता है तो वो मेरे लिए नहीं है, ऐसा हम उसे ठुकरा देते हैं. പക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം പറയുന്നു, എനിക്കുള്ള വചനമാണിത്. ये उपवास के प्रार्थना में प्रभु कहता है ये हमारे लिए वचन है, എന്റെ കുടുംബത്തിനുള്ള വിടുതലാണിത്. ये हमारे परिवार के लिए है.
എന്റെ തലമുറയ്ക്കുള്ള ये വിടുതലാണിത്. मेरे बच्चे के लिए छुटकारा है. ഈ ഉപവാസ പ്രാർത്ഥന എന്റെ ജീവിതത്തെ വ്യത്യസ്തതയുള്ളതാക്കി മാറ്റാൻ ദൈവത്തിന് സാധിക്കും. ये उपवास की प्रार्थना मेरे जीवन में एक बदलाव करेगा. ഉറപ്പായിട്ടും ദൈവമക്കൾ വിശ്വസിക്കാൻ തയ്യാറാകണം. जरूर परमेश्वर के लोग विश्वास करें. നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായിക്കേ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. आप मानने के लिए तैयार हो, प्रभु का आशीष आप पाएंगे. നോക്കണം, ദൈവത്തെ അനുസരിച്ച മോശയെ അനുസരിക്കാൻ ഒരു കൂട്ടത്തെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. प्रभु को मानने वाला मूसा को अनुसरण करने के लिए एक झुंड को प्रभु तैयार करता है. സാഹചര്യങ്ങളോ സാധ്യതകളോ നോക്കാതെ അനുസരിക്കുക എന്നുള്ളതാണ്. अपनी अवस्था को देखे बिना वो मानने तैयार हुए. കാരണം ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതാണ്. ये प्रभु के द्वारा नियुक्त लोग ഞാൻ हैं. പറയാം, ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനകളാകട്ടെ, സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ, അധ്യാപകർ പറയുന്നതിനെ അനുസരിക്കാൻ കഴിയണം. हमारी प्रार्थना में हो, हमारे बच्चे जो संडे क्लास पढ़ते हैं अपने टीचर्स को जो है अधीन रहना है. ചിലർ വിചാരിക്കുന്ന ഇന്നത്തെ കാലത്ത് സൺഡേ സ്കൂൾ എന്നത് പലയിടങ്ങളിലും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. इस समय में जो संडे क्लास कई जगह में नष्ट होने का अनुभव है. എന്നാൽ ഞാൻ ദൈവമക്കളോട് പറയാം, സൺഡേ സ്കൂൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. संडे स्कूल जो है बहुत ही आशीषित भरा एक अनुभव है. ദൈവത്തിന്റെ വചനത്തെ പഠിപ്പിക്കാൻ കഴിയുക, പഠിക്കുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊരു അനുഗ്രഹമാണ്. परमेश्वर का वचन सिखाना या सीखना वो हमारे बच्चे के लिए आशीष है. അപ്പൊ സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്നവരെ അനുസരിക്കുന്നവരാകണം. संडे स्कूल पढ़ने वाले बच्चे पढ़ाने वालों को मानना है. സഭയെ നയിക്കുന്ന ദൈവദാസന്മാരെ ദൈവമക്കൾ അനുസരിക്കുന്നവരാകണം. सभा को चलाने वाले परमेश्वर के दास को परमेश्वर के लोग मानना है. നമ്മൾ അനുസരിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ हम लोग मानकर प्रभु के सानिध्य में आएंगे तब. ചിലർക്ക് കീഴ്പ്പെടാൻ മനസ്സില്ലാത്തതുകൊണ്ട്, कुछ लोगों को अधीन होने का मन नहीं है. ചിലർക്ക് ഇത് അനുസരിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് कुछ लोग मानने के लिए तैयार नहीं അവരെന്ത് है. ചെയ്യുന്നറിയോ? മാറിപ്പോകും. वो हट जाते हैं ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, और मैं वहाँ नहीं जाऊंगा, ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല. मैं और वहाँ नहीं आता हूँ. കാരണം എനിക്ക് കീഴടങ്ങാൻ മനസ്സില്ല, क्योंकि मैं अधीन होना नहीं चाहता. എനിക്ക് അനുസരിക്കാൻ മനസ്സില്ല. मैं मानने के लिए तैयार ഓടി नहीं हूँ. ഒളിച്ചത് കൊണ്ട് ഒരിക്കലും അനുഗ്രഹം കിട്ടത്തില്ല ദൈവമക്കളെ. वहाँ से दौड़कर आप छिपने से कभी आशीष नहीं ഒരു होंगे. തിരിച്ചറിവകത്തു വേണം. एक समझ हमारे अंदर സഭ होना है. മാറിയത് കൊണ്ട് അനുഗ്രഹം ലഭിക്കപ്പെടത്തില്ല. कलिसिया बदलने से अनुग्रह नहीं पाएंगे. സഭകൾ ഇഷ്ടം പോലെ ഉടലെടുക്കുന്ന ഒരു കാലഘട്ടമാണിത്. कलिसियाएं बहुत जगह में उठने वाला एक समय है. ഓരോ സ്ഥലങ്ങളിൽ എത്രയോ എത്രയോ സഭകൾ എഴുന്നേൽക്കുന്നു. एक एक जगह में कितने कितने പക്ഷേ कलिसियाएं നിന്നെ उठते हैं. ഏൽപ്പിച്ച ദൈവദാസനെ നീ അനുസരിക്കാൻ മനസ്സില്ലാത്ത ഒരു അനുഭവത്തിൽ നീ ഓടി നടക്കുന്നെങ്കിൽ എവിടെയാണ് ദൈവിക അനുഗ്രഹം ലഭിക്കപ്പെടുക? आपको सौंपा हुआ परमेश्वर के दास को आप मानने के लिए तैयार नहीं है, आप दौड़ेंगे तो कहां से आप आश्रित होंगे? ഇവിടെ ദൈവമക്കൾ ശരിക്കും തിരിച്ചറിയണം, यहाँ आप लोग समझना है. അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ അനുഗ്രഹം ഇല്ല. आप मानने तैयार नहीं है तो आशीष नहीं സഭ पाएंगे. മാറിയത് കൊണ്ട് അനുഗ്രഹം കിട്ടണമെന്നില്ല. कलिसिया बदले तो आशीष होगा नहीं. പാസ്റ്ററെ മാറ്റിയത് കൊണ്ട് അനുഗ്രഹം കിട്ടണമെന്നില്ല. पास्टर को बदल दिए तो आशीषित होगा, ഈ ऐसा नहीं है. പ്രാവശ്യമുള്ള പാസ്റ്റർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അംഗീകരിക്കാൻ ഒക്കുന്നില്ല, അടുത്തൊരു പാസ്റ്റർ വരട്ടെ എന്നിട്ട് ഞാൻ വരാം. अभी है वाला पास्टर जो बोलते हैं वो मैं मानने के लिए तैयार नहीं हूँ, अगला एक पास्टर आने दो तब मैं आऊंगा. മറ്റൊരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. और एक बात मैं कहना चाहता हूँ. വചനം പറയുന്ന നിലവാരത്തിലുള്ള സത്യങ്ങളെ അല്ലാതെ ഏതൊരുത്തന്റെയും അനുസരിക്കേണ്ട ആവശ്യമില്ല. वचन बोलने के अनुसार जो सत्य है उसको माने बिना किसी को नहीं मानना. പക്ഷെ വചനമാണ് പറയുന്നതെങ്കിൽ, वचन बोलता है तो വ്യവസ്ഥയിലാണ് വ്യക്തമാക്കി പരിശുദ്ധാത്മാവ് ഇടപെടുന്നതെങ്കിൽ व्यवस्था व्यक्त रूप से बताता है तो ഉറപ്പായിട്ടും അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, जरूर आपको मानना चाहिए. അനുസരിച്ചേ പറ്റത്തുള്ളൂ. उसे हमें मानना है. ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി വേറെ ഏത് കാര്യങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞാലും നമ്മൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. वचन के विरोध में और कोई भी बात साबित करके भी बोले लेकिन हमें ध्यान नहीं ഈ देना. പറയുന്ന കാര്യങ്ങൾ വചനത്തിൽ ഉണ്ടോ? ये बोलने वाली बात वचन में है ഈ क्या? ഉപവാസ പ്രാർത്ഥനയിലും ദൈവമക്കൾ ആഴമായിട്ട് പരിശോധിക്കണം. ये उपास के प्रार्थना में परमेश्वर के लोग गहराई से जांचना है. നമ്മളും ഭരോഭയക്കാരെ പോലായിരിക്കണം. हम लोग बेरोबे के लोगों के समान होना है. വചനത്തിൽ ഉള്ളത് തന്നെയാണോ എന്ന് പരിശോധിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. वचन में है वाली बातें हैं क्या, हमें जांचना है. അല്ലാതെ നമ്മൾ ഇട്ടേച്ചു പോകല്ലേ, ऐसे छोड़कर मत जाना. അല്ലാതെ നമ്മൾ ഒളിച്ചിരിക്കരുത്, ऐसे हमें छिपकर नहीं അല്ലാതെ बैठना. നമ്മൾ സഭ മാറി പോകണ്ട. कलिसिया बदलने नहीं അത് जाना. പാസ്റ്ററെ മാറ്റിയിട്ടും കാര്യമൊന്നുമില്ല. पास्टर को बदल के भी कार्य नहीं होगा. അനുസരിക്കേണ്ടത് അനുസരിച്ചേ മതിയാകത്തുള്ളൂ. जो हमें मानना है वो मानना ही है. ആരുടെ കാലഘട്ടത്തിലും വ്യവസ്ഥ വചനപ്രകാരമുള്ള വ്യവസ്ഥകൾ പറഞ്ഞാൽ അത് അംഗീകരിച്ചേറ്റെടുത്ത് ദൈവമക്കൾ അനുഗ്രഹം പ്രാപിച്ച ചരിത്രമുള്ളൂ. किसी का भी समय में हो परमेश्वर के वचन के अनुसार जो सिखाते हैं उसे मानते हैं तो वो ही आश्रित होते हैं. ഞാൻ പറയാ, സഭ മാറിയുകൊണ്ട് പ്രമാണം മാറുന്നില്ല. कलिसिया बदला तो व्यवस्था नहीं बदला. പാസ്റ്ററെ മാറ്റിയത് കൊണ്ട് പ്രമാണം മാറുന്നില്ല. पास्टर को बदल दिया तो व्यवस्था नहीं बदला. ആരൊക്കെ മാറിയാലും മാറിയും തിരിഞ്ഞും വന്നാലും
പ്രമാണത്തിന് യാതൊരു മാറ്റവുമില്ലെന്ന് ഇന്ന് പകൽ തിരിച്ചറിയണം. कोई भी बदले, परमेश्वर का व्यवस्था में कोई बदलाव नहीं, आज आप लोग समझना है. അതുകൊണ്ട് തന്നെ നമ്മളെ ഉപദേശിക്കുന്നവരെ എന്ത് ചെയ്യണം? അനുസരിക്കണം. इसलिए हमें जो शिक्षा देते हैं उसके बातों को मानना है. പ്രബോധനം സന്തോഷമായി സ്വീകരിക്കണം. जो हमें सिखाते हैं उसे हम खुशी से ग्रहण करना. ശാസനയെ നിരസിക്കരുത്. उसके डांटने से को हमें तिरस्कार नहीं करना. ഒരാൾ വഴക്ക് പറഞ്ഞിരിക്കട്ടെ, एक जन अगर डांटता है, നമ്മളെ തിരുത്താനാ പറഞ്ഞേ, वो हमें सुधारने के लिए डांटता പ്രയോജനപ്പെടാനാ. है. हम उपयोग होने के लिए ഇന്ന് डांटते ഏതെങ്കിലും हैं. നിലകളിൽ പരിശുദ്ധാത്മാവ് തിരുത്തിയിട്ടുണ്ടെങ്കിൽ पवित्र आत्मा किसी प्रकार आपको നീ सुधार, നാശമായി പോകാനല്ല, आप नाश होने के लिए नहीं മറിച്ച് है. നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ आप प्रभु के द्वारा आशीषित അവൻ होने के നമുക്ക് തരുന്ന ചില ശിക്ഷണങ്ങൾ लिए. प्रभु हमें देने वाला कुछ दंड ഒരിക്കലും നമ്മൾ തകരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. कभी हम लोग नाश होने के लिए प्रभु नहीं വചനം चाहता है. പറയുന്നു, നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തൊരു പരീക്ഷ ദൈവം എന്ത് ചെയ്യത്തില്ല, തരത്തില്ല. वचन कहता है हमारे सहन से भी बढ़कर एक परीक्षा प्रभु हमें नहीं देगा. ഇനി ദൈവം നമുക്ക് പരീക്ഷ തന്നിരിക്കട്ടെ. प्रभु अगर परीक्षा दिया तो भी വചനം നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നു, वचन फिर से सिखाता ആ है. പരീക്ഷയോട് കൂടെ ഒരു പോക്കുവഴിയും കൂടെ നിയമിക്കുന്നു. वो परीक्षा के साथ एक निकास का रास्ता भी प्रभु रखा है. നമ്മളെ ചേർത്ത് പിടിച്ച് അവൻ ധൈര്യപ്പെടുത്തും. हमें साथ में रख कर प्रभु हमें हिम्मत देगा. അതുകൊണ്ട് ദൈവമക്കൾ മറക്കാതെ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളെ പഠിപ്പിക്കുന്നവരെ നാം അനുസരിക്കുന്നവർ. इसलिए परमेश्वर के लोगों, आप लोग भूलना मत, हमें हमारे गुरुओं को मानना है. അത് സെക്കുലർ ആകട്ടെ, ആത്മീക തലങ്ങളിലാകട്ടെ, ഏത് സാഹചര്യങ്ങളിലും वो सेकुलर हो या आत्मिक अनुभव हो, कोई भी अवस्था में നല്ല ഉപദേശങ്ങളെ സ്വീകരിക്കണം. अच्छे उपदेशों को ग्रहण करना നല്ല है. പ്രബോധനങ്ങളെ സ്വീകരിക്കണം. अच्छे जो शिक्षा को हमें सीखना നല്ല है. ആശയങ്ങളെ ഏറ്റെടുക്കണം. अच्छे बातों को ग्रहण करना है. നല്ലതിനെ പിന്തുടരണം. अच्छाई को पीछा करना है. പാടായ ഒരു കാര്യത്തെ നമ്മൾ അനുകരിക്കരുത്. बेकार की कोई बातों को पीछा നല്ലതിനെ നാം ഫോളോ ചെയ്താൽ അതിന്റെ അനുഗ്രഹം നമുക്ക് മാത്രമല്ല, നമ്മുടെ കുടുംബത്തിനും അനുഗ്രഹമാണ്. अच्छाई का हम पीछा करेंगे तो उसका आशीष हम सिर्फ नहीं, हमारे परिवार भी अनुभव करेंगे. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, अगली बात, 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം പറയുന്നത്, पहला पत्रस 2:18 वचन के നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമ്മുടെ മേലധികാരികൾക്ക് നമ്മൾ കീഴടങ്ങിയിരിക്കണം, അനുസരിക്കണം അവരെ. हम लोग करने वाले नौकरी में हमारा जो अधिकारी है उसके अधीन रहना है, उसे मानना है. വെറുതെ എഴുതി വെച്ചേക്കുന്നല്ല ഇത്. ये बेकार में लिखकर नहीं रखा है. ദൈവം നമ്മളോട് പറയാ, നമ്മൾ തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളുണ്ട്, परमेश्वर कहता है हम लोग नौकरी करने वाली जगह है, ജോലി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, हम लोग काम करने वाली जगह, നമ്മൾ അധ്വാനിക്കുന്ന ഇടങ്ങളിൽ हम लोग मेहनत करने वाली जगह में അവിടുത്തെ മേലധികാരികളെ നമ്മൾ അനുസരിക്കുന്നവരാകണം, കീഴടങ്ങിയിരിക്കണം. वहाँ के अधिकारियों के हमें अधीन रहना है. അവിടെ എഴുതിയിരിക്കുന്ന യജമാനന്മാർക്ക്, स्वामी का अधीन रहना, നല്ലവർക്കും नम्र लोग, ശാന്തന്മാർക്കും, शांत लोग, മാത്രമല്ല മൂർഖന്മാർക്കും. कुटिल लोगों का भी, ഏത് സാഹചര്യത്തോടും നമ്മുടെ മുകളിലാണോ അവര്, किसी भी अवस्था में वो हमारे ऊपर है. അവരുടെ സ്വഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കാം, उनका स्वभाव में बदलाव होगा. നമ്മൾ അവരുടെ കീഴിലുള്ളത്, हम उनके सेवक है, നമ്മൾ ദാസന്മാരാ, हम उनके सेवक है, നമ്മൾ ജോലി ചെയ്യുന്നവരാ. हम वहाँ काम करने അപ്പൊ നമ്മൾ वाले അവരെ हैं. അനുസരിച്ചേ മതിയാകത്തുള്ളൂ. हमें उनका अधीन रहना है, അപ്പൊ അനുസരിക്കേണ്ടവർ നമ്മളാണ്. हम उनका मानना है. അപ്പൊ അവർക്ക് അനുസരിക്കുമ്പോൾ, അവരെ നമ്മൾ അനുസരിക്കുമ്പോൾ उनको हम मानेंगे तब അവർക്ക് നമ്മളോട് പ്രസാദം തോന്നും. वो हम पर प्रसन्न होंगे. നമ്മൾ അനുസരിക്കുമ്പോൾ ലോകത്തിലെ മനുഷ്യർക്ക്, അധികാരികൾക്ക് പ്രസാദം തോന്നുമെങ്കിൽ, हम लोग मानेंगे तो इस संसार के स्वामी हमसे प्रसन्न होंगे. तो ഓർക്കുക, ദൈവത്തെ അനുസരിച്ചാലോ परमेश्वर को हम मानने से कैसा है सोच कर देखिए. അതാ മെയിൻ. वही महत्व അതിലേക്ക് है, നമ്മൾ വരും. അതാ നമ്മുടെ മെയിൻ ആലോചനയും ദൈവശബ്ദമല്ല. वही सबसे मेन बात है. പക്ഷേ പ്രധാനമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. लेकिन ये सब बातें हमें समझना है. ജോലി ചെയ്യുന്നിടത്ത് അധികാരികളെ നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ नौकरी करने वाले जगह में स्वामियों के हम अधीन नहीं रहने से, അവർ പറയാ രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ എത്തണമെന്ന് പറയും. वो बोलते हैं सुबह 7 बजे यहाँ पहुँचना है. നമ്മൾ 10 മണിക്കാ ചെല്ലുന്നെങ്കിലോ हम लोग 10 बजे पहुँचते हैं तो എന്താ ഉള്ളത് അവിടെ? നമുക്ക് वहाँ पे क्या होगा? റിമാർക്കാ, वहाँ पे रिमार्क डालेंगे. അല്ലേ? കാരണം എന്റെ മുകളിൽ അവരുടെ ജോലിക്കാരാ ഞാൻ. क्योंकि वो मेरा अधिकारी है, मैं उसका सेवक हूँ. അവരെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. उसकी बातों को मानना हमारा जिम्मेदारी है. ഈ ഉത്തരവാദിത്വം പലപ്പോഴും
ദൈവമക്കൾ മറന്നുപോകല്ലേ? ये जिम्मेदारी कई बार परमेश्वर के लोगों भूलना मत। നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നു, കാര്യമൊക്കെ ശരിയാ. हम परमेश्वर के सनिधि में आए, सही बात है, പക്ഷേ നമ്മൾ അനുസരിക്കേണ്ടവരെ അനുസരിച്ചേ പതിയാവും. लेकिन हमें जिसको मानना है वो मानना ही है। അവിടെ നമ്മൾ അനുസരിക്കാതെ ദൈവത്തിൽ അനുസരിച്ചിട്ടും കാര്യമൊന്നുമില്ല. उनका हम अधीन नहीं रहेंगे, परमेश्वर को मान लिया, उससे कार्य नहीं होगा। ഏതൊരു കാര്യം നമ്മളെ പരമേൽപ്പിക്കുന്നു, ആരുടെ അണ്ടറിലാണോ നാം, ആരാണ് നമുക്ക് ശമ്പളം തരുന്നത്, ആരാണ് നമ്മളെ നയിക്കുന്നത്, അവരെ അനുസരിക്കണം. जो बातें हमें सौंपते हैं, जिसके हम अंडर में है, उनकी बातों को हमें मानना है। അതുപോലെ മറ്റൊരു കാര്യമാണ് റോമാലേഖനം 13-ാം അധ്യായം 1-2 വാക്യത്തിനകത്ത് അപ്പോസ്തലൻ പറയുന്നത്. रोमियो 13 का पहला दूसरा वचन में प्रेरित कहता है, അപ്പൊ ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് എന്ത് ചെയ്യണം? കീഴടങ്ങണം, അനുസരിക്കണം. हर एक व्यक्ति शासकीय अधिकारियों के अधीन रहना है। കാരണം മനസ്സിലാക്കാൻ വേണ്ടി അപ്പോസ്തലൻ പറയുകയാണ്, മേലധികാരികൾ ആരുടെ നേതൃത്വത്തിലാണ് വന്നേക്കുന്നത്? ദൈവത്താലാ. क्योंकि समझने के लिए प्रेरित कहता है, कोई अधिकार ऐसा नहीं जो परमेश्वर की ओर से ना हो। ഞാൻ അവരെ ഒന്നും അനുസരിക്കത്തില്ല, मैं उसे मानूंगा नहीं, എനിക്ക് ദൈവമുണ്ട്, मुझ में परमेश्वर है, ഞാൻ ദൈവത്തെ മാത്രമേ അനുസരിക്കത്തുള്ളൂ मैं परमेश्वर को ही मानूंगा। എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ പോഷന്മാർ വേറെ ആരില്ല. ऐसे हम बोलेंगे तो हमारे समान मूर्ख और कोई नहीं പക്ഷേ है। ഇന്ന് പകൽ ദൈവമക്കളൊന്ന് തിരിച്ചറിയണം, आज आप लोग समझना है, ഞാൻ ദൈവത്തെ മാത്രമല്ല അനുസരിക്കേണ്ടത്, मैं प्रभु को सिर्फ नहीं मानूंगा, ദൈവത്താൽ നിയമിക്കപ്പെട്ട ഒരു സർക്കാരുണ്ട് ഇവിടെ. प्रभु के द्वारा नियमित एक सरकार है। യേശു കർത്താവ് ശിഷ്യനായ പത്രോസിനോട് ചോദിച്ചു, यीशु पतरस से पूछता है, മനുഷ്യപുത്രൻ കരം കൊടുക്കുന്നത് വിഹിതമാണോ? मनुष्य का पुत्र कर देना सही है क्या? ഞാൻ കരം കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? मैं कर देना പത്രോസ് सही പറഞ്ഞ है क्या? കർത്താവേ നീ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, पतरस कहता है, प्रभु तू देने की आवश्यकता അതുകൊണ്ട് നമ്മൾ അവർക്ക് കൊടുത്തേ മതിയാകൂ. इसलिए हमें उसे कर देना है। കണ്ടോ, യേശു കർത്താവ് പോലും അധികാരത്തിന് കീഴടങ്ങി. എന്തിനു വേണ്ടി? यीशु मसीह भी अधिकार का अधीन हुआ, किस लिए? നമുക്ക് മാതൃക കാണിച്ചു തന്ന. हमें जो है नमूना दिखाता है। അനുസരിക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ അനുസരിക്കേണ്ടവരൊക്കെ ഉണ്ട്. ये भूमि में हमें मानने का कुछ लोग है। ഇപ്പൊ റോഡിനൊരു നിയമമുണ്ട് रोड के लिए एक नियम है, അല്ലെ? റോഡിന് നിയമമുണ്ട്, പല കാര്യങ്ങൾക്ക് നിയമങ്ങളുണ്ട്. रोड का एक नियम है, हर एक बातों में एक नियम ഓരോ है। കാര്യത്തിന് നമ്മൾ ചെല്ലുമ്പോഴാണ് മനസ്സിലാകുന്നത്. एक एक कार्य के लिए जब हम जाते हैं तब समझते हैं। നമ്മളങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ എല്ലാ കാര്യങ്ങളും ചെയ്തിങ്ങോട്ട് തരികയല്ല ചെയ്യുന്നത്. हम जाते ही सारा कार्य वो करके हमें देते नहीं। നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണേണ്ടവരുണ്ട്. हम एक ऑफिस में कुछ कार्य के लिए जाते हैं तो पहले देखने वाले कुछ लोग हैं। അത് കാണണമെങ്കിൽ, അത് അവരെ കാണണമെങ്കിൽ ആദ്യം നമ്മൾ അന്വേഷിക്കണം. उनको अगर देखना है तो पहले हमें जांचना है कहाँ जाना അവിടെ है। എഴുതി വെച്ചിട്ടുണ്ട്, അന്വേഷണങ്ങൾ ഇവിടെ അന്വേഷിക്കാം. वहाँ पे लिखा है, यहाँ पे जांच कर सकते हैं। അതിനുവേണ്ടി 1-2 പേരോ ആ ഒരു സ്ഥലത്ത് കാണും. वहाँ पे 1-2 जन उस काउंटर में रहेंगे। നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. आपको अगर कुछ डाउट है तो वहाँ पूछ सकते हैं। അന്വേഷിക്കണം ആദ്യം. पहले जांचना है, ആരോടാ ഞാൻ ചോദിക്കേണ്ടത്? किससे पूछना है, ഞാൻ ഈ വിഷയത്തെ ആരോടാണ് സമീപിക്കേണ്ടത്? मैं इस विषय के लिए किसके पास जाना ഇന്ന് है। പകലിൽ ഞാൻ അതിന്റെ ഒരു ആത്മീക മർമ്മം കൂടെ പറയാം. उसका एक आत्मिक बात मैं बताना चाहता हूँ। അന്വേഷിച്ച് കണ്ടെത്തണം ദൈവത്തിന്റെ വിടുതലുകൾ. प्रभु को खोज कर हमें छुटकारा पाना है। അന്വേഷിച്ചാൽ കാണാതെ പോകത്തില്ല. आप खोजेंगे तो नहीं पाएंगे, ऐसा नहीं है। വചനം പറയുന്നു, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കണ്ടെത്താം. वचन कहता है, आप ढूंढोगे तो पाओगे। നമ്മുടെ ഇഷ്ടത്തിന് ഓടിച്ചെന്ന് അകത്തോട്ട് കയറാൻ ഒക്കത്തില്ല. हम दौड़ कर अंदर जा नहीं सकते ഈ हैं। വിഷയത്തിന് ആരാണ് പരിഹാരം വരുത്തുന്നത്? ये विषय का कौन निवारण कर सकता ഈ है? വിഷയത്തിന് ആരെയാണ് കാണേണ്ടത്? ये विषय के लिए किससे मिलना है? അതിനെ കറക്റ്റ് പറഞ്ഞു തരുന്നവരാണ് അന്വേഷണങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നവർ. उसके लिए सही बताने वाले लोग हैं, जहाँ पे जांच कर लिखा हुआ वहाँ पे। അവരോട് ചോദിച്ചാലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. वहाँ में हम पूछने से हम समझ पाएंगे। ചിലരുണ്ട് എനിക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞ് അവരോട് ചോദിക്കത്തില്ല. कुछ लोग हैं, हम सब जानते हैं, ऐसे उनसे पूछेंगे नहीं, പിന്നെ അതിലും ഇതിലും തെക്കും വടക്കും നടക്കുക. फिर इधर उधर घूमेंगे। ഇന്നും അങ്ങനെ നടക്കുന്നവരാ. आज भी ऐसे चलने वाले लोग ഇതുവരെ ഒന്നും കണ്ടെത്തിയിട്ടില്ല. अभी तक कुछ पाए नहीं നിന്റെ है। വീടിനകത്ത് വിടുതൽ ഏത് നിലയിൽ നടക്കണമെന്നുള്ളത് കണ്ടെത്തേണ്ടത് തിരുവചനത്തിലൂടെ. आपके परिवार के अंदर किस प्रकार छुटकारा होना है करके वचन के द्वारा हमें ढूंढ कर पाना है। ഒരു വലിയ അന്വേഷണം നമ്മുടെ അകത്ത് വേണം. एक बड़ा ढूंढने वाला एक स्वभाव हमें ഈ होना ദീർഘ है। ദിവസങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇതൊരു അന്വേഷണമായിട്ട് മാറട്ടെ. इन दिनों में प्रभु के सनिधि में हम बैठे हैं तो हम खोजने वाले बनना है। കണ്ടുപിടിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. आप ढूंढ कर नहीं पाने वाले कोई भी बात नहीं എല്ലാം है। നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. सब कुछ हम खोज कर നമ്മളൊരു ഡോക്ടറിനെ സമീപിക്കുമ്പോൾ वो बीमार से हम जो डॉक्टर के पास जाए, ഡോക്ടർ നമ്മളോട് ചോദിക്കും കുറെ ചോദ്യങ്ങൾ. डॉक्टर हमसे बहुत सारा प्रश्न, ഡെയിലി നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ നിലകളിലാണ് നടക്കുന്നത്? डेली हमारा रूटीन कैसा होता है डॉक्टर पूछते हैं। കഴിക്കുന്നതും കുടിക്കുന്നതും
കിടക്കുന്നതും ഒക്കെ അവർ ചോദിച്ചു മനസ്സിലാക്കും. हमारा खाना पीना सोना सब कुछ वो लोग पूछ कर समझते हैं. അവർ നമ്മളെ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് അവർ 2-3 ദിവസത്തേക്ക് ഒരു കോഴ്സ് ഗുളിക തരും. वो हमसे प्रश्न पूछते, हमें समझते हैं, उसके बाद 3 दिन का एक कोर्स दवाई देते हैं. എന്നിട്ട് പറയും നിങ്ങൾ ഇത് കഴിച്ചിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വാ, उसके बाद बोलते हैं आप ये खाकर 4 दिन के बाद आना, അല്ലെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വാ. या 5 दिन के बाद आना. അല്ല നമ്മള് അങ്ങോട്ട് ചെല്ലുന്ന പാടെ ഡോക്ടർ ഐസിയുലോട്ട് കയറ്റി വെച്ച് നമ്മളെ കീറി മുറിച്ച് എല്ലാം കൂടെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. हम लोग जाते ही डॉक्टर हमें आईसीयू में चढ़ाकर हमें ऑपरेशन करके सब ठीक करते हैं क्या? സത്യത്തിൽ നമ്മുടെ ആഗ്രഹം അങ്ങനെ. हमारा इच्छा वही है. എനിക്ക് പെട്ടെന്ന് തന്നെ കേട്ടില്ല, പെട്ടെന്ന് തന്നെ വിടുതൽ വേണം. मुझे जल्दी से चंगाई मिलना, നമ്മുടെയൊക്കെ ആഗ്രഹം അതാ. हमारा इच्छा वही है. പക്ഷെ ഒത്തിരി പരിശോധനകൾ ഉണ്ടെന്നേ. लेकिन बहुत सारा जांच है ഹലോ, इससे पहले. ഒത്തിരി പരിശോധനകളുണ്ട്. बहुत सारा जांच कराना है. ഒത്തിരി പരിശോധനയ്ക്ക് നീ വിധേയപ്പെടണം. वो जांच का आप अधीन അവര് होना വിളിക്കുന്ന है. സമയത്തൊക്കെ മെനക്കെട്ട് വരണം. वो जब बुलाते तब हमें जाना അവർ है. പറയുന്നിടത്തെല്ലാം ഇരിക്കണം. वो जहाँ जहाँ बोलते वहाँ बैठना അവർ है. പറയുന്ന ഡോക്ടർമാരെ കാണണം. वो जिस डॉक्टर को बोलते उनसे അവർ मिलना പറയുന്ന है. ചികിത്സയ്ക്ക് തയ്യാറാകണം. वो बोलने वाले जांच के हमें अधीन होना അവർ है. പറയുന്ന പണം അടയ്ക്കണം. वो जैसा रुपए बोलते वो बांधना है. എന്ന് പറഞ്ഞാൽ A-Z നീ ചെയ്യുമ്പോൾ ഇതിനൊരു വലിയ വിടുതൽ തന്ന് നിന്നെ പുറത്തിറക്കുക. ए से लेके इजेड तक आप करेंगे तो एक छुटकारा के साथ आप बाहर आएंगे. ഞാൻ മനസ്സിലാക്കുന്ന ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ये 40 दिन का उपवास का ഓരോ प्रार्थना, ദിവസവും നമ്മൾ പരിശോധിക്കപ്പെടണം. एक एक दिन हम अपने आप को जांचना है. അനുസരണത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. आज्ञा मानने में हमें बढ़ते, നമ്മൾ ക്രമീകരിക്കണോ, ജീവിതം ക്രമീകരിക്കണം. जहाँ जहाँ हमारे जीवन में सुधार करना वहाँ सुधार करना है. ഏതൊക്കെ വേണ്ടെന്ന് വെക്കണോ, വേണ്ടെന്ന് വെക്കണം. जो कुछ हमें छोड़ना है उसे त्यागना है. ഏതൊക്കെ പുതിയതായിട്ട് ഏറ്റെടുക്കണം, ഏറ്റെടുക്കണം. जो कुछ नया हमें स्वीकार करना है स्वीकार എന്തെല്ലാം करें. പഠിക്കണം അത് പഠിക്കണം. जो हमें सीखना है उसे सीखे. എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ചെയ്തേ മതിയാകൂ. जो कुछ हमें करना है वो सब कुछ हम करने से എങ്കിൽ ही होगा. മാത്രമേ നീ തികഞ്ഞവനായി പുറത്തു വരത്തുള്ളൂ. तभी आप सिद्ध होकर बाहर आएंगे. എങ്കിൽ മാത്രമേ അനുഗ്രഹം കിട്ടത്തുള്ളൂ तभी ദൈവമക്കളെ. आपको आशीष मिलेगा. प्रिय അല്ലാതെ लोगों, ഒരിക്കലും അനുഗ്രഹം കിട്ടത്തില്ല. उसके बिना कुछ आशीष नहीं पाएंगे. നമുക്കറിയാം വിടുതൽ നമുക്ക് ആവശ്യമാണ്. हम जानते हैं हमें छुटकारा जरूरी है. എന്റെ വീട്ടിൽ വിടുതൽ വേണം. मेरे घर में छुटकारा പക്ഷെ चाहिए, നമ്മളൊന്നും അന്വേഷിക്കാനൊന്നും തയ്യാറല്ല. लेकिन हम लोग खोजने तैयार नहीं है. പരിശോധനയ്ക്ക് വിധേയപ്പെടാൻ തയ്യാറല്ല. जांच के अधीन होने तैयार नहीं है. ഇവര് കേൾക്കുന്നുണ്ട്. ഇവിടെ നല്ല ഒരു ഡോക്ടർ വന്നിട്ടുണ്ടല്ലേ. यहाँ अच्छा एक डॉक्टर आया ആ है. ഡോക്ടർ ദൈവോ. वो परमेश्वर है. ഒക്കെ എന്താണെന്നറിയാമോ, നമ്മളൊക്കെ ചെറിയ ചെറിയ ചോട്ടാ നേഴ്സുമാരൊക്കെയാ हम लोग सब छोटे छोटे नर्स है. അല്ലേ. കൊണ്ടുവന്ന് കൊടുക്കാനും लाकर देने के लिए, ഡോക്ടർ പറയുന്നത് കുത്തിവെക്കാനും डॉक्टर बोला हुआ बात इंजेक्ट करने के लिए. അല്ലേ. അല്ലാതെ ഏതെങ്കിലും നേഴ്സുമാര് ഓടിച്ചെന്ന് ഡോക്ടറോട് ചോദിക്കാതെ പോയി മരുന്നും പൊട്ടിച്ചിട്ട് വന്ന് കുത്തി കയറ്റും നമ്മുടെ വേണ്ടി. कोई भी नर्स डॉक्टर से पूछे बिना दवाई तोड़कर लगाएगा क्या? വെളിവില്ലാത്തവരുണ്ട് दिमागी तौर से हालत खराब है तो करेंगे. അല്ലേ. അതേ സമയത്ത് ബോധമൊന്നും ഇല്ലാത്ത പുള്ളികളുണ്ട്. कुछ ज्ञान नहीं है वाले लोग भी है. കാര്യം ഞാൻ നേഴ്സാ, मैं नर्स हूँ. അങ്ങനെ ഡോക്ടർ പറയുന്നൊന്നും ഞാൻ ചെയ്തില്ല. डॉक्टर जो बोलते हैं मैं नहीं करूँगी. ഞാൻ പഠിച്ചിട്ടുണ്ട്, मैं सीखा हूँ. ഞാൻ പഠിച്ചോ ചെയ്യും. जो मैं सीखा हूँ. അങ്ങനെയുള്ള കുറെ നേഴ്സുമാരായ ഡോക്ടർമാരുണ്ട്. ऐसे कुछ लोग भी है. അവരാ തോറ്റുപോകും. वो लोग हार जाते हैं. സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നവർ, अपना इच्छा से करने वाले लोग സ്വയം ഡോക്ടർമാർ. अपने डॉक्टर बन जाते. നമുക്ക് ഒരു തലവേദന വന്നാൽ നമ്മൾ തന്നെ ഡോക്ടറാവും. हमें एक सिर दर्द हो गया था उस समय हम डॉक्टर बन जाते हैं. കാര്യം എന്നാ, പണ്ടാരണ്ട് പറഞ്ഞു തലവേദന വന്നപ്പോൾ എന്ത് കഴിച്ചാൽ മതി, ഡോളോ കഴിച്ചാൽ മതി. कारण क्या है, पहले सिर दर्द आया तो कोई तो बोला था डोलो खाने से बस है. പനി വന്നപ്പോൾ പണ്ടാരണ്ട് പറഞ്ഞു എന്ത് കഴിച്ചാൽ മതി, പാരസെറ്റമോൾ കഴിച്ചാൽ മതി. बुखार होने से किसी ने कहा था पैरासिटामोल खाने से बस है. ഈ രണ്ട് സാധനം നമുക്ക് മനസ്സിലിരിക്കുക, നമ്മൾ ഡോക്ടറാ. ये दो बात हमारे मन में है, हम भी डॉक्टर है. തലവേദന വന്ന അന്നേരം നമ്മൾ എന്ത് ചെയ്യും, सर दर्द आने से हम क्या करते हैं, വീട്ടിൽ നാളെ വിടും, घर से लोग को भेजते हैं ഒരു 5 ഡോളോ മേടിച്ചു. 5 डोलो ले ले, രാവിലെയും വൈകിട്ടെല്ലാം കുത്തിയിരുന്ന് അടിക്കുക सुबह शाम खाते हैं. അല്ലേ. സുബാശാം 12 ബജേ सुबह शाम 12 बजे खाते हैं. അടിക്കുക, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും. खाते हैं. വല്ല പ്രയോജനമുണ്ടോ?
कुछ प्रयोजन है क्या? നമ്മൾ സ്വയം ഡോക്ടർമാര്, हम अपना ही डॉक्टर बन जाते हैं। സ്വയം ഡോക്ടർമാരൊന്ന് തിരിച്ചറിയണം. अपना डॉक्टर बनने वाले समझना है, പരിശോധിക്കണം ഇതിനകത്തേക്ക് ഇറങ്ങി. जांचना है इसके अंदर आकर। ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിന്നെ മുഴുവൻ ചെക്കപ്പ് ചെയ്ത് പുറത്തിറക്കും. ये उपवास के प्रार्थना में आपको पूरा चेकअप करके बाहर निकालेगा। ആദ്യം പരിശോധനയാ. पहले जांच होता है। അപ്പൊ ഈ പരിശോധനയ്ക്ക് വിധേയപ്പെടാത്തവരാരും जांच के जो अधीन नहीं होते ऐसे लोग, നല്ല വിടുതൽ കിട്ടത്തില്ല. उनको अच्छा छुटकारा नहीं मिलता है। എന്റെ പാസ്റ്റർ എനിക്ക് അങ്ങനെ പരിശോധിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. पास्टर ऐसा जांचना मुझे पसंद नहीं എന്റെ है। വീട്ടിൽ അങ്ങ് വിടുതൽ വേണം. मेरे घर में छुटकारा എന്റെ चाहिए। വീട്ടിൽ അത്ഭുതം നടക്കണം. मेरे घर में अद्भुत होना എന്റെ है। വീട്ടിൽ ഞാൻ വിചാരിക്കുന്നത് സംഭവിക്കണം. मेरे घर में मैं जो चाहता हूँ നീ होना है। മാനസാന്തരപ്പെടാൻ തമ്പുരാൻ പറയുക, प्रभु कहता है मन फिराओ। നിന്നെ ആദ്യം ഒന്ന് നീ പരിശോധിക്കുക, എവിടൊക്കെ തോൽവി സംഭവിച്ചേക്കുന്നേ, तू अपने आप को जांच, तेरे जीवन में कहाँ हार हुआ എവിടെയൊക്കെയാ है, തോറ്റിരിക്കുന്നേ, कहाँ पर हार हुआ है, എവിടെയൊക്കെയാ തെറ്റിപ്പോയത്. कहाँ पर गलत हुआ है। തെറ്റിപ്പോയതിനെ ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് അതിനെ ഒന്ന് മനസ്സിലാക്കി ജയിക്കാൻ തയ്യാറാണ്. जहाँ पर भटके हैं उसे सुधार कर अब जय पाने तैयार हो जाए, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടത്തുള്ളൂ. तभी हमें अच्छा ट्रीटमेंट मिलेगा। അപ്പൊ ഈ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് വെളിയിൽ ഇറങ്ങുന്നത് നമ്മൾ നല്ല സുഖമുള്ളവരായിട്ട് ഇറങ്ങണം. ये 40 दिन के उपवास की प्रार्थना के बाद हम बाहर निकलते हैं तो अच्छी ताकत के साथ आना है। അതുകൊണ്ട് ഇതിനകത്ത് കയറിയവരെല്ലാം സുഖമുള്ളവരെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. इसलिए इसके अंदर आने वाले सब बीमार लोग हैं ऐसा नहीं कहा मैंने। ഞാൻ രോഗത്തേലല്ല ഞാൻ പറയുന്നത്. मैं बीमारी के बारे में नहीं വീടിനകത്ത് कहता। ഏതെങ്കിലും നിലകളിൽ അസ്വസ്ഥത നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് മാനസികമാകാം, ശാരീരികമാകാം, ഏത് ക്ലേശങ്ങളാകാം, പക്ഷേ അതിനകത്ത് തിരിച്ചറിയണം, പരിശോധിക്കണം. आपके घर के अंदर किसी भी तरह आप अस्वस्थ है, वो शारीरिक हो मानसिक हो, वो बातों को जो आप जो जांच कर ढूंढना है। ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മാത്രമാണോ? प्रभु से जो संबंधित विषय में ही सिर्फ है क्या? ഞാൻ ഈ സർക്കാർ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? आप शासन के अधीन होते हैं क्या? അവരെ ദൈവം ആക്കി വെച്ചേക്കുന്നത്, അവരെ വാഴിക്കുന്നതും നീക്കുന്നതും ദൈവമാണ്. उनको शासन कराता है हटाता सब प्रभु है। അപ്പൊ ദൈവമാണ് അവരെ എല്ലാം ആക്കുന്നത്. प्रभु उनको अधिकारी के रूप में रखा ആ है। അധികാരങ്ങളെല്ലാം ദൈവത്താൽ സംഭവിക്കുന്ന എന്ന് അപ്പോസ്തലൻ പറയുന്നത്. वो अधिकारी सब प्रभु के द्वारा नियुक्त होता है, प्रेरित कहता അപ്പൊ है। നമ്മൾ അതിന് കീഴടങ്ങണം, उनके अधीन होना वचन कहता है। അനുസരിക്കണം. നമ്മൾ उनकी बातों को मानना है। അനുസരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹം പ്രാപിക്കും. हम अनुग्रहित होना है तो अनुसरण करना है। ഈ ദൈവമായിട്ട് മാത്രം ഞാൻ ദൈവത്തെ മാത്രം അനുസരിക്കത്തുള്ളൂ എന്ന് ചിന്തിക്കുന്നതാണ്. मैं प्रभु की सिर्फ मानूंगा ऐसे सोचने से ആ ദൈവം നമ്മളോട് പറയും, वो प्रभु कहेगा നീ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം, ये सब तुझे समझना है, നീ ലോകത്തെ തിരിച്ചറിയണം. ये संसार को समझना है। അതുകൊണ്ട് പിശാച് പറയുന്നതെല്ലാം കേൾക്കണമെന്നല്ല ഇതിനർത്ഥം. इसलिए शैतान बोलने वाली बात सब सुनना करके പ്രമാണം नहीं। വിട്ട് നീ പോകല്ലേ. अब व्यवस्था छोड़कर मत जा। പ്രമാണത്തിനകത്ത് നിൽക്കുന്നത് നീ അനുസരിക്കണം. व्यवस्था के अंदर रहकर आपको मानना है। പ്രമാണം വിട്ടിട്ട് നിന്നോട് പറയുന്നതൊന്നും നീ ചെയ്യണ്ട. व्यवस्था के बिना जो भी बोलते हैं आप मत ദൈവ माने। വചനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സകല അധികാരങ്ങൾക്കും നമ്മൾ കീഴടങ്ങണം, അനുസരിക്കണം. परमेश्वर का वचन सिखाने वाली बातों को हमें मानकर सारे अधिकारियों के अधीन रहना है, എങ്കിൽ മാത്രമേ നമ്മൾ അനുഗ്രഹം പ്രാപിക്കുകയുള്ളൂ. तभी हम आशीषित होंगे, അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ तब ചൊരിയും. प्रभु का अनुग्रह हम पर होगा। അപ്പൊ നമ്മൾ എന്തു ചെയ്യണം? ആരൊക്കെ അനുസരിക്കണം? മക്കൾ അപ്പനെ അമ്മയെ അനുസരിക്കണം. बच्चे अपने माता पिता को मानना है। പകരെ കുട്ടികൾ അനുസരിക്കുന്നത് പോലെ गुरुओं के बच्चे जो मानते हैं उसी प्रकार നമ്മളെ പഠിപ്പിക്കുന്നവരെയും ഉപദേശിക്കുന്നവരെയും പ്രബോധിപ്പിക്കുന്നവരെയും നമ്മൾ അനുസരിക്കണം, ഉപദേശത്തെ കേൾക്കണം. हमें शिक्षा देने वाले उपदेशकों को हमें मानना है, उनकी बातों को स्वीकार करना है। നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അധികാരികളുണ്ട്, അധികാരികളെ നമ്മൾ हम അനുസരിക്കുന്നവരാണ്. नौकरी करने वाले जगह में हमारे अधिकारी हो, अधिकारी को हमें मानना है। അപ്പോൾ തന്നെ നമ്മളെ ഏൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള ഒരു സർക്കാരുണ്ട്, ഈ ലോകത്തിലെ ഒരു രാജ്യ നിയമമുണ്ട്. उसी प्रकार हमारे ऊपर एक शासकीय अधिकारी है, ആ നിയമങ്ങളെ നമ്മൾ അനുസരിക്കുന്നവരാണ്. वो शासन को भी हमें मानना है, ആ ദൈവത്തിന്റെ വചനപ്രകാരം നാം അനുസരിക്കുന്നവരാകും. वो वचन के आधार पर हमें मानना है। അങ്ങനെ നാം അനുസരിക്കുന്നവരാകുമ്പോൾ ऐसे हम मानने वाले बनने से ദൈവത്തോടുള്ള ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും. प्रभु का कार्य हम अनुभव कर पाएंगे। നോക്കുക, അവസാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് आखिरी बात, അതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. वही सबसे महत्व है। മനുഷ്യന്റെ പരമമായ അനുസരണം എന്ന് പറയുന്നത് मनुष्य का सच्चा अनुसरण ദൈവത്തോടായിരിക്കണം. प्रभु से होना है।
ബാക്കിയുള്ളതെല്ലാം ആവശ്യമല്ലെന്നല്ല, बाकी सब आवश्यक है, ഇത് നമുക്ക് അത്യാവശ്യമാണ്. ये हमें अति आवश्यक है। ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുക. प्रभु की बातों को मानना അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. अब्राहम के बारे में हम जानते हैं। നമ്മൾ പ്രാരംഭ ദിവസം നമ്മൾ അബ്രഹാമിനെ കുറിച്ച്, അബ്രഹാമിന്റെ അനുസരണത്തെ കുറിച്ചാണ് പറഞ്ഞു. पहला दिन अब्राहम की आज्ञा मानने के बारे में हम सुने थे। അബ്രഹാം അനുസരിച്ച ഒരു വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാക്കും. अब्राहम माना हुआ एक वचन को आप पढ़ने से ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 4-5 വാക്യങ്ങൾ. उत्पत्ति 26 का 4 और 5। അബ്രഹാം ദൈവത്തെ അനുസരിച്ചത് കൊണ്ട് അവനോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉറപ്പിച്ചു. ദൈവം അവനെ അനുഗ്രഹിച്ചു. अब्राहम प्रभु को माना, इसलिए प्रभु जो वायदे दिया था वो दृढ़ कर दिया। അപ്പൊ ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളെ തന്നെ ഒന്ന് കണ്ടുപിടിക്കണം. എവിടൊക്കെയാണ് ഞാൻ അനുസരിക്കാതെ പോയിട്ടുള്ളത്? ये उपवास के प्रार्थना में हम अपने आप को जांचना, हम कहाँ माने नहीं है। ഞാൻ അനുസരിച്ചേ പറ്റത്തുള്ളൂ. हमें मानना ही ഒന്ന് है। പരിശോധിച്ച് നമ്മൾ ഒന്ന് പുറത്തിറങ്ങണം. अपने आप को जांच कर बाहर निकलना है। ഞാൻ പറയാം, ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമായിരിക്കും. एक एक दिन हमारे जीवन में बड़ा बदलाव അപ്പൊ होगा। നമ്മുടെ ഉപവാസത്തിന്റെ അവസാന സമയത്തേക്ക് നമ്മൾ വരുമ്പോൾ उपवास के आखिरी दिनों में आएंगे നമ്മൾ ഒരു तब വിടുതലുള്ളവരായി, छुटकारा है ഒരു वाले നല്ല बनेंगे। ജയമുള്ളവരായിട്ട് നമ്മൾ മാറും. अच्छा जय है वाले നമ്മളെ बनेंगे। ദൈവം ശരിക്ക് എന്ത് ചെയ്യുന്നറിയാം, രൂപപ്പെടുത്തിയെടുക്കും. प्रभु हमें अच्छी तरह बनाएगा। ആത്മീകമായ നിലവാരത്തിലും आत्मिक रीति में എല്ലാ തലങ്ങളിലും നമ്മൾ തികഞ്ഞ ഒരു ആത്മീകരായി മാറും. सारे अनुभव में हम अच्छे सिद्ध बन जाएंगे। അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറണമെങ്കിൽ ऐसा हमें बदलना है तो നമ്മൾ അനുസരിച്ചേ മതിയാവും. हमें मानना है। ഞാൻ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം मैं ഇടുക. अपनी बातों को समाप्त നമുക്കൊന്ന് करता हूँ। ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? हम प्रार्थना कर ചില सकते हैं നിമിഷങ്ങളൊന്ന് क्या? നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുക്കാം. कुछ समय प्रार्थना के लिए समय। ദൈവമേ, ഞാൻ ഏതിലൊക്കെ അനുസരിക്കണം? प्रभु मैं किस किस बातों അത് को ഞാൻ मानना है? അനുസരിക്കേണ്ടത് അത്യാവശ്യമായ मैं കാര്യങ്ങളുണ്ട്. मानना अति आवश्यक है। ആവശ്യമായി ഞാൻ അനുസരിക്കേണ്ടതുണ്ട്. जो बातें मैं मानना वो मानना ഞാൻ है। ഏറ്റെടുക്കുന്ന കർത്താവ്. मैं स्वीकार